ഹലോ, എല്ലാവർക്കും സ്കെച്ച് മീഡിയയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. റമദാൻ മാസം തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒരു കഞ്ഞി കുടിക്കുമ്പോൾ കിട്ടുന്ന എനർജി ഒന്ന് വേറെ തന്നെയല്ലേ. അങ്ങനെ നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെൽത്തിയായ കഞ്ഞിയുടെ റെസിപ്പിയും കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഒട്ടും എണ്ണയോ നെയ്യോ ഒന്നും യൂസ് ചെയ്യാതെ ഒരുപാട് വെജിറ്റബിൾസ് യൂസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ മസാല കഞ്ഞി. ഈ കഞ്ഞി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് അരി വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം കേട്ടോ, ഏതരി ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഞാനൊരു 3/4 ഭാഗം ക്യാരറ്റ് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്ത്, കുറച്ച് ക്യാബേജ്, പിന്നെ ഒരു ഹാഫ് തക്കാളി. ഇത്രയാണ് ഞാൻ എടുത്ത വെജിറ്റബിൾസ്. ഇനി ഇത് കുക്കറിലാണ് റെഡിയാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് റെഡിയാക്കാം. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കിയ ഈ അരി ആദ്യം കുക്കറിലേക്ക് ഇടുകയാണ്. അതിനുശേഷം നമുക്ക് ഈ വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ ക്യാരറ്റ് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, ഏത് ഷേപ്പിലും കട്ട് ചെയ്യാം. ഞാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ക്യാബേജ്, ഈ വെജിറ്റബിൾസിൻ്റെയൊക്കെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാം കേട്ടോ. തക്കാളി ഞാൻ 1/2 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. പുളി കൂടി പോവാതിരിക്കാനാണ്. ഒരുപാട് പുളിയൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇതിൽ നന്നായി വെന്ത് മിക്സ് ആവും കേട്ടോ ഈ കഞ്ഞിയിൽ. ഇനി ഞാൻ 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും. കുരുമുളക് പൊടി നമുക്ക് സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിക്കുക, കാരണം കഞ്ഞിയല്ലേ, ഇതൊന്ന് വെന്ത് വരുമ്പോൾ വെള്ളം നന്നായി കുറയും. അതുകൊണ്ട് കുറച്ച് അധികം വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഈ റെസിപ്പിയും എനിക്ക് പറഞ്ഞു തന്നത് തിരുവനന്തപുരത്തുള്ള ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ്. തിരുവനന്തപുരം കണിയാപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവരുടെ വീട്. അവിടുത്തെ ഒരു സ്പെഷ്യൽ കഞ്ഞിയാണിത്. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് കുക്കറിൽ വേവിച്ചെടുക്കണം. നമ്മുടെ അരിയുടെ വേവിനനുസരിച്ചിരിക്കും. ഞാൻ ഈ അരിക്ക് 4 വിസിൽ വരെയാണ് അടിക്കാറ്. അപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം, അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം. നമ്മുടെ കഞ്ഞി ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കിതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയൊക്കെ കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. ഇനി ഈ തേങ്ങയുടെ കൂട്ടുകൂടി ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് തിളച്ച് വരണം. ഇപ്പോൾ ഇത് നന്നായി തിളച്ച ശേഷം ഞാൻ ഓഫ് ചെയ്തതാണ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈ ഹെൽത്തി മസാലക്കഞ്ഞി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. താങ്ക് യു.